ഒന്നും വീടാതെ പോകില്ല, എല്ലാത്തിനും കണക്ക് തീർക്കും. ആരുടെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്? സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് ഈ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്തത്. കേരളം രാഷ്ട്രീയപരമായി അത് ചർച്ച ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമെങ്കിലും രാഹുലിനോടും പറയാനുള്ള അത് തന്നെയാണ്. രാഹുൽ, ഒരു കടവും വീടാതെ ഞങ്ങളും വിടില്ല. ഈ നാട്ടിൽ ഒരുപാട് അതിജീവിതമാർ, ഒരുപാട് ഇരകളായ പെൺകുട്ടികൾ വന്ന് ഓഡിയോ സന്ദേശം മാധ്യമങ്ങൾക്ക് നൽകി ഈ നാടിൻ്റെ മനസാക്ഷിക്ക് സംസാരിക്കാനായിട്ട് നീതി തേടി ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഒന്നതിനെ എതിർക്കുക പോലും ചെയ്യാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ഒരു ചോദ്യചിഹ്നമായി രാഷ്ട്രീയ മനസാക്ഷിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പക വീടാതെ പോകില്ല രാഹുൽ. അത് തന്നെയാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയായി ഞങ്ങൾക്കും പറയാനുള്ളത്. കാരണം നിങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ സാക്ഷാൽ വി ഡി സതീശൻ പറയുന്നത് വേറെ ചോദിക്കൂ, സമൂഹത്തിൽ ഇതൊക്കെ സാധാരണയല്ലേ എന്ന്. ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ ഒരു സാധാരണമായി തോന്നിയിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അന്തർധാര കുറഞ്ഞു വരുന്നുണ്ടാവും. പക്ഷേ ശക്തമായി ആഭ്യന്തരമന്ത്രി നയം വ്യക്തമാക്കിയത് ഒരു വലിയ ശുഭപ്രതീക്ഷയായി രാഷ്ട്രീയ കേരളം നോക്കിക്കാണുകയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ഏത് അതിക്രമവും ഏത് പ്രവർത്തനവും ശിക്ഷാപരമായി തന്നെ ഞങ്ങൾ നേരിടും, വലിയ രീതിയിൽ ഇതിനെ ഗവൺമെന്റ് നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞ അത് ഏത് പോസ്റ്റിലിരുന്നയാളാണോ, ഏത് രാഷ്ട്രീയമുള്ളയാളാണോ, ഇതൊന്നും പ്രശ്നമല്ല എന്ന് കൃത്യമായി നയം വ്യക്തമാക്കിയ ആഭ്യന്തരമന്ത്രി ഒരു ശുഭാപ്തി വിശ്വാസമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഏത് തരത്തിൽ നിങ്ങൾ ഒരു പുതിയ ഒരു മുഖ്യധാരയിലേക്ക് വരാൻ ശ്രമിച്ചാലും, ഏതൊക്കെ രീതിയിൽ കഴിഞ്ഞ കാലത്തെ മാറ്റിമറിച്ച് PR സ്റ്റണ്ടിലൂടെ നിങ്ങൾ മുന്നോട്ട് വരാൻ നോക്കിയാലും രാഹുലെ ഒരു രക്ഷയും ഉണ്ടാകില്ല. ഇവിടെ പ്രതിപക്ഷം എന്ന ഒരു രാഷ്ട്രീയ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ശക്തമായി അതിനെ എതിർത്തിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റിൽ 50-60% നെഗറ്റീവ് കമന്റുകളെ കൊണ്ട് സ്പ്രെഡ് ചെയ്യുന്നത്. എത്ര UDF-കാർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയും? ഈ UDF-കാരുടെ വീട്ടിലുമുണ്ടല്ലോ പെൺകുട്ടികൾ, അമ്മമാർ, സ്ത്രീകൾ. അവർ സമ്മതിക്കില്ല UDF-കാരെ കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി കമന്റ് ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതേപോലെ തന്നെ ഞങ്ങളും ആപ്തവാക്യമായി തന്നെ അടിവരയിട്ട് പറയുന്നു, കഴിഞ്ഞ കാലത്ത് നടന്നതൊന്നും വീട്ടാതെ പോകില്ല രാഹുലെ.